ഇതൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലേ? അല്ലേ? ഇങ്ങനെയുള്ളവരെയാണ് നിങ്ങൾ എന്ത് കണക്കാക്കുന്നത്? എന്ത് കണക്കാക്കുന്നത്? നല്ല ടീച്ചറാണ് എന്ന് മനസ്സിലാക്കാം. അതേപോലെ ഒരു നല്ല കുട്ടി എന്ന് എങ്ങനെയായിരിക്കും അവരെ നിങ്ങളെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ അവരെ ആഗ്രഹിക്കുന്നത് എങ്ങനെയായിരിക്കും? എങ്ങനെയുള്ളവരായിരിക്കും നല്ലത്, ബി ഗുഡ് എന്ന് പറയുന്നത്? മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യുന്നവരായിരിക്കണം, നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളായിരിക്കണം. പഠിക്കാത്ത കുട്ടികളെ ടീച്ചർമാർക്ക് ഇഷ്ടമല്ല, ഇഷ്ടമാണ്. പിന്നെയോ സ്വഭാവം നന്നായിരിക്കണം. പിന്നെ ഈ സൈഡിലൊന്നുമില്ല. പിന്നെന്താണ്? ഒരു നല്ല കുട്ടിയായിരിക്കണം ടീച്ചർമാർ ആഗ്രഹിക്കുന്നത് എന്താണ് ടീച്ചറെ? ഒന്ന് പറഞ്ഞോളൂ. പറഞ്ഞോ, അവിടെ തന്നെ പറഞ്ഞോ. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കൊണ്ടുവരണം. പിന്നെ നല്ല പെരുമാറ്റമായിരിക്കണം. പിന്നെ കുറച്ച് റെസ്പെക്ട് തരണം. പിന്നെയോ നിങ്ങൾ എന്തെങ്കിലും അതിൽ കൂടുതൽ എന്തെങ്കിലും കുട്ടികളിൽ നിന്ന് അല്ല, നിങ്ങളൊരു നല്ല കുട്ടി എന്ന് നിങ്ങൾ പറയുന്നത് എപ്പോഴും ഏതൊക്കെ ഒരു ഗുണങ്ങൾ കൊണ്ടാണ് നമ്മളൊരു കുട്ടിയെ നല്ല കുട്ടിയാണ് എന്ന് വിലയിരുത്തുന്നത്? റെസ്പെക്ട് ഫസ്റ്റ്. ഓക്കെ, പങ്ക്ച്വാലിറ്റി. യെസ്, വെരി ഗുഡ്. പഠിപ്പിന്റെ കാര്യത്തിൽ അങ്ങനെ ടീച്ചർമാർ ഒരിക്കലും വിലയിരുത്താറില്ല. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ടീച്ചർക്ക് നല്ല കാര്യം കൊടുക്കും. അപ്പൊ നിങ്ങൾ നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? നിങ്ങൾ നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ? അപ്പൊ നിങ്ങൾക്ക് വേണ്ടേ കൈയ്യടി? അപ്പൊ നമ്മള് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയല്ലേ? ഒരു നല്ലതാവണം എന്നുള്ളത് ഇങ്ങനെയാണ്. നമ്മളൊരു നല്ലൊരു ക്യാരക്ടർ ആവണം, നല്ലൊരു പേഴ്സണായി മാറണം എന്നങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. ഇനി അടുത്ത ചോദ്യം, നിങ്ങളൊക്കെ അത്തരത്തിലുള്ള കുട്ടികളാണോ? സ്വയം ചോദിച്ചു നോക്കുക. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക, ഞാൻ അങ്ങനെയാണോ ഒന്ന് ചോദിച്ചു നോക്കിയ എല്ലാവരും മനസ്സിനോട്. അപ്പുറം ചോദിക്കാനല്ലേ, ഇത് ഞാൻ ഇങ്ങനെയാണോ എന്ന് ചോദിക്കാനല്ല, സ്വയം ഒന്ന് ചോദിച്ചു നോക്കിയേ. ഞാൻ ഇങ്ങനെയാണോ? ഞാൻ ടീച്ചർ പറയുന്നതൊക്കെ അനുസരിക്കാറുണ്ടോ? ഞാൻ ടീച്ചർ പറയുന്നത് പോലെ റെസ്പെക്ട് ചെയ്യാറുണ്ടോ? ഒബേ ചെയ്യാറുണ്ടോ? പങ്ക്ച്വാലിറ്റി ഉണ്ടോ? ഒന്ന് കണ്ണടച്ചിട്ടൊന്ന് മനസ്സിനോട് ചോദിച്ചു നോക്കിയേ. ക്ലോസ് യുവർ ഐസ് and ask. ഓക്കെ, ഓപ്പൺ. എന്താ മറുപടി കിട്ടിയ? ആർക്കൊക്കെ ചെയ്യാറുണ്ട് എന്ന് മറുപടി കിട്ടിയിട്ടുണ്ട്? ആർക്കൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് എന്ന് മറുപടി കിട്ടിയവർ എത്ര പേരാ? ഓക്കെ, വെരി ഗുഡ്. കിട്ടിയിട്ടുണ്ട്. അവിടെയൊക്കെ മോൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെയോ ബാക്കി ആർക്കും കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് കിട്ടാതിരുന്നത്? എന്തോ ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ട്. അതെന്താണ്? നിങ്ങൾ തന്നെ വീണ്ടും നിങ്ങൾ എന്താണ് ആ പ്രശ്നം എന്താണെന്ന് സ്വയം മനസ്സിനോട് ചോദിച്ചു നോക്കിയേ. ഒന്ന് കണ്ണടച്ചിട്ട് ചോദിച്ചു നോക്കിയേ, എന്താണ് എനിക്ക് അങ്ങനെ ഒന്ന് കൈ പൊക്കാൻ വേണ്ടിട്ട് എന്റെ കൈ ഒന്ന് ഉയരാത്തത്? എന്തോ ഒരു പ്രശ്നം എനിക്കുണ്ട്, എന്താണ് കുഴപ്പം? ഒന്ന് ചോദിച്ചു നോക്കിയേ, മനസ്സിനോട് ചോദിച്ചു നോക്കിയേ. ഉത്തരം കിട്ടിയാലൊന്ന് പറയണേ. കണ്ണ് തുറന്നിട്ട് ഉത്തരം കിട്ടിയാലൊന്ന് പറയണം, ഉറങ്ങാനല്ലേ. ഓക്കെ, ക്ലോസ് ഓപ്പൺ യുവർ ഐസ്. എന്താ കിട്ടിയേ? കൈ പൊക്കാത്തവർക്ക് എന്താ കിട്ടിയേ? എന്താ ഒരു കുഴപ്പം നമ്മളൊക്കെ ഉള്ളത്? എന്ത് കുഴപ്പമുള്ള? ടീച്ചർ പറയുന്ന എല്ലാം കേൾക്കാണ്ടിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടോ? പിന്നെന്താ ഒരു കുഴപ്പം? പറഞ്ഞോളൂ. നമ്മളിവിടെ ഫ്രീ ആയിട്ട് പെരുമാറുന്നല്ലേ. ഞാനിവിടെ ഇന്ന് പരീക്ഷയ്ക്ക് മാർക്കിടാൻ വന്നല്ലോ. ആണോ? അല്ല. അപ്പൊ പറഞ്ഞോളൂ, എന്താണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് തോന്നിയേ? എന്താ നിങ്ങളുടെ പ്രശ്നം? എന്താ? പങ്ക്ച്വാലിറ്റി കുറവുണ്ട് അല്ലേ? വെരി ഗുഡ്. ഒരു നല്ല കയ്യടി കൊടുക്കുക. എന്തിന്? പങ്ക്ച്വാലിറ്റി കുറഞ്ഞതിനാണോ ഞാൻ കൈയടിപ്പിച്ചത്? പറഞ്ഞതിന്. വെരി ഗുഡ്. സത്യം, അതുപോലെ പറഞ്ഞതിന്. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യും?
നമ്മളിൽ കുറവുള്ള ആ സാധനം അതെന്തായി? നമ്മളിൽ കുറവുള്ള ആ സാധനത്തെ നമ്മൾ എന്ത് ചെയ്യും? ഇംപ്രൂവ് ചെയ്യണ്ടേ? പങ്ക്ച്വാലിറ്റി ആണ് നമുക്ക് കുറവുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇനി ആ പങ്ക്ച്വാലിറ്റി ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കില്ലേ? റെഡി? യെസ് ഓർ നോ? യെസ് ഓർ നോ? അപ്പൊ എല്ലാരും റെഡിയാണല്ലോ. അപ്പൊ ഇനി നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കും? ഫസ്റ്റ് വൺ, റെസ്പെക്ട്, പങ്ക്ച്വാലിറ്റി, politeness, obedience, honesty, very good. Then royalty. എന്താണ്? ലോയൽ. ഓക്കെ, ലോയൽറ്റി. Then കഴിഞ്ഞോ? ഓക്കെ. അപ്പൊ ഇനി നമ്മൾ മാറുമോ? ഉറപ്പ്? യെസ് ഓർ നോ? ഡൺ? ഒന്ന് ഒച്ചത്തിൽ പറഞ്ഞേ. ഡൺ? ഓക്കെ. ഇനി ഞാൻ ഫോൺ വിളിച്ചിട്ട് ടീച്ചർമാരോട് ചോദിക്കും, അപ്പോഴാണ് ഇതിലൊരു മാറ്റം ഉണ്ടെന്ന് പറഞ്ഞ. ഇനി പറയൂ അങ്ങനെ. ഈ പറയുന്ന സാധനം നമ്മൾ സ്കൂളിൽ മാത്രം വേണ്ടിയിട്ടുള്ള സാധനമാണോ? പിന്നെ എവിടെയും കൂടി വേണം. വീട്ടിൽ എന്നുള്ളതല്ല, നമുക്ക് ടോട്ടലി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. എവിടേക്ക് ഉണ്ടാവണം? നമ്മുടെ ലൈഫിൽ തന്നെ എപ്പോഴും ഉണ്ടാവണം. ഉണ്ടായാൽ മാത്രമേ നമ്മൾ ആരായി മാറൂ? നല്ല ഒരു പേഴ്സണാലിറ്റിയുടെ ഉടമകളായിട്ട് മാറാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലായല്ലോ? ഇനി നമ്മളിപ്പോ നിങ്ങൾ എല്ലാവരും എത്ര ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ? 6ാം ക്ലാസ്സിൽ എല്ലാവരും അല്ലെ? 6, 7, 8 ഉണ്ടോ? 8 ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വലുതായി കൊണ്ടേയിരിക്കുകയാണ് അല്ലെ? നിങ്ങൾ ദിവസം കഴിയുന്നവർ ചെറുതായിട്ട് വരുമോ? ആരെങ്കിലും ചെറുതായിട്ട് വരുമോ? എല്ലാവരും എന്തായിട്ടാ വരിക? വലുതായി കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വലുതായി കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങളും നമ്മളിൽ ഉണ്ടാവും. എന്തൊക്കെയായിരിക്കും നമുക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങള്? എന്തൊക്കെയായിരിക്കും? നമ്മൾ വലുതാവുമ്പോ നമ്മൾ കുറെ കൂടി ഉയരം വെക്കും അല്ലെ? സ്വഭാവ രൂപീകരണത്തിന് നമുക്ക് മാറ്റം വരും. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് മാറ്റങ്ങൾ വരും. പിന്നെ നമ്മുടെ ശരീരത്തിൽ തന്നെ പല മാറ്റങ്ങളും ഉണ്ടാവും. നമ്മൾ അത്തരത്തിലുള്ള മാറ്റങ്ങൾ കണ്ടാലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? പേടിക്കാൻ പാടില്ല. അത് സ്വാഭാവികമായിട്ട് എല്ലാ കുട്ടികൾക്കും ഉണ്ടാവുന്ന, നിങ്ങളെപ്പോലെ തന്നെയാണ്. ഞങ്ങളും ജനിക്കുമ്പോൾ തന്നെ ഈ രൂപത്തിലൊന്നും വന്നവരല്ല. നിങ്ങളെപ്പോലെ ഞാനൊക്കെ ഇങ്ങനെ ഒരു കുറുക്ക് പോലെ എന്നൊക്കെ പറയില്ലേ, നമ്മളെന്താ പറയാ, ഏറ്റവും ഒരു പെൻസിൽ പോലെ എന്നൊക്കെ പറയില്ലേ, അതുപോലെയൊക്കെ ഉണ്ടായിരുന്ന ആളാ. ഇപ്പൊ നമ്മളെ കണ്ടാൽ പണ്ട് പെൻസിൽ പോലെ ആയിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വിശ്വാസമാവോ? ഇല്ല. അപ്പൊ നമ്മളിങ്ങനെ ഓരോ ഘട്ടങ്ങൾ കഴിയുന്നോറും നമുക്ക് നമ്മുടെ ശരീരത്തിനും ഈ പറയുന്ന മാറ്റങ്ങൾ, നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ ചില ആകൃതികളില് വ്യത്യാസം ഉണ്ടാവുന്നു, ശബ്ദത്തിൽ വ്യത്യാസം ഉണ്ടാവുന്നു, നമ്മുടെ ശരീരത്തിൽ പല അവയവങ്ങള് കുറച്ചും കൂടി വലുതായിട്ടുണ്ടാവുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഇതൊന്നും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പാടില്ല? ഭയപ്പെടാൻ പാടില്ല. ഭയപ്പെടുവോ? ഇല്ല. എന്നാൽ ഈ വളർച്ചക്കൊപ്പം തന്നെ നമുക്ക് എന്തും കൂടി മാറ്റം വരുന്നുണ്ട്. നമ്മുടെ സ്വഭാവത്തിനും എന്തുണ്ടാവുന്നുണ്ട്? മാറ്റങ്ങള് വരുന്നുണ്ട്. വരുന്നില്ലേ? നിങ്ങൾക്ക് ഇപ്പൊ കുറച്ച് വന്നുകൊണ്ടിരിക്കുന്നില്ലേ? എന്തൊക്കെയാ വന്നുകൊണ്ടിരിക്കുന്നത്? എന്തൊക്കെയാ നിങ്ങൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോ? ദേഷ്യം, ഫസ്റ്റ് വൺ ദേഷ്യം. പിന്നെയോ സങ്കടം ആണോ? സന്തോഷം. എന്തിനാ? ഞാൻ വളരുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ? എന്തിനാ സന്തോഷം വരുന്നേ? പറഞ്ഞോ, സന്തോഷം എന്തിനാ വരുന്നേ? എന്താലോചിക്കുമ്പോഴാണ് കൂടുതൽ സന്തോഷം ഉണ്ടാവുന്നേ? 18 ഡ്രൈവിംഗ് വണ്ടിയൊക്കെ എടുത്തിട്ട് പോവാന്ന് ആലോചിച്ചിട്ടാ? പിന്നെയോ പിന്നെന്താണ് ഉണ്ടാവുന്നത്? കുട്ടികൾ പറഞ്ഞോളൂ, എന്താ ഉണ്ടാവുന്നേ? നമുക്ക് ഈ സമയത്ത് നമ്മൾക്ക് എന്തൊക്കെയാ സംഭവിക്കുന്നത്? സ്വഭാവത്തിൽ എന്തൊക്കെ സംഭവിക്കും? നമ്മുടെ ക്യാരക്ടറിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാവുന്നത്?
ദേഷ്യം കൂടും, പിന്നെ സന്തോഷം വരും, സങ്കടവും വരും, മെച്യൂരിറ്റി വരും, പിന്നെയോ പിന്നെന്തൊക്കെയാ വരുന്നേ? പങ്ക്ച്വാലിറ്റി വരും അല്ലെ? വലുതായി വരും അല്ലെ? ചെറുതിലുണ്ടായിട്ടില്ല? ഉണ്ടായിട്ടുണ്ട്. പിന്നെ റെസ്പെക്ട് വരും, മടിയും വരും. വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെയോ റെസ്പോൺസിബിലിറ്റി വരും. ഓക്കെ, വെരി ഗുഡ്. പിന്നെയോ അത് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടല്ലേ? ഇത്രയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. എന്നാൽ ഈ സമയത്ത് തന്നെ നമുക്ക് ഈ പറയുന്ന സാധനത്തിനോടൊപ്പം വേറെ കുറെ സാധനങ്ങൾ വരും. എന്തൊക്കെയാണ് ആ സാധനങ്ങള്? ഇന്ന് നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഏത് കാലഘട്ടമാണ്? സൈബർ കാലഘട്ടമാണ് ഇല്ലേ? അപ്പൊ നമുക്ക് ഈ സൈബർ കാലഘട്ടം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പറയുന്ന കാലഘട്ടത്തില് നമ്മുടെ ഒരിക്കലും മാറ്റാൻ പറ്റാത്ത ഒരു സാധനമായിട്ട് എന്ത് മാറിയിട്ടുണ്ട്? മൊബൈല് മാറിയിട്ടുണ്ട്. നമുക്ക് ഈ പറയുന്ന നമ്മുടെ ടെക്നോളജി ഒരുപാട് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. വിവര സാങ്കേതിക വിദ്യ ഒരുപാട് ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനനുസരിച്ചിട്ട് പല മാറ്റങ്ങളും നമ്മുടെ ഇടയിൽ ഉണ്ടാക്കുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് പണ്ട് പറയുന്ന പഠിത്തത്തിൽ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത്, അല്ലെങ്കിൽ ഇവിടെയുള്ള ടീച്ചേഴ്സ് ഒക്കെ പഠിക്കുന്ന കാലത്ത് ഞങ്ങളൊക്കെ എന്തെങ്കിലും ഒരു കാര്യത്തെ ആശ്രയിച്ചിരുന്നത്, എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അസൈൻമെന്റ് പോലെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ആശ്രയിച്ചിട്ടുണ്ടായിരുന്നത് മുഴുവനായിട്ടും ലൈബ്രറികളെയായിരുന്നു അല്ലെ? ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസൈൻമെന്റ് നമ്മുടെ ടീച്ചേഴ്സ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളൊക്കെ പോയ കാലത്തുണ്ടായ പോലെ ഉള്ള ലൈബ്രറികളിലൊക്കെ പോയി ഉള്ള പുസ്തകങ്ങളൊക്കെ റെഫർ ചെയ്ത് അതിൽ നിന്നൊക്കെ കുറെ കണ്ടന്റ് എടുത്ത് എന്നിട്ട് നമ്മളൊരു അസൈൻമെന്റ് രൂപത്തിലാക്കേണ്ട അത്രമാത്രം ഹാർഡ് വർക്ക് ഇന്ന് നമുക്കുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇന്ന് എന്താണ്? നിങ്ങൾക്ക് ആകെ ഒരു 5 മിനിറ്റ് കൊണ്ട് ആരോടെങ്കിലും ചോദിച്ചാൽ മതി. ഏതെങ്കിലും ചേട്ടന്മാരോട് ചോദിച്ചാൽ മതി. ഏത് ചേട്ടന്മാരോട്? ഗൂഗിളിനോടോ, ക്രോമിനോടോ, യൂട്യൂബിനോടോ? പിന്നെ ആരൊക്കെയാ ചോദിക്കുക നിങ്ങള്? ഇപ്പൊ മെറ്റ അല്ലെ? പിന്നെ AI, അങ്ങനെയുള്ള ഏതെങ്കിലും ആൾക്കാരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? എന്ത് കിട്ടും? നിങ്ങൾക്ക് ഏതൊക്കെ വേണോ എല്ലാ ടൈപ്പ് ഓഫ് സാധനങ്ങളും നിങ്ങൾക്ക് കിട്ടും. ഈ സാധനം നിങ്ങൾക്ക് ഇന്ന് ഈ പറയുന്ന കൊറോണയ്ക്ക് ശേഷം ഈ മൊബൈൽ എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ ഒരു പാർട്ടായിട്ട് വന്നിട്ടുണ്ട്. അതിന് മുൻപ് വരെ മൊബൈൽ എന്ന് പറയുന്ന സാധനം എങ്ങനെ ഉണ്ടായിരുന്നേന്ന് അറിയോ നിങ്ങൾക്ക്? ഞങ്ങൾക്കൊക്കെ ഒരു കാറ്റഗറി ഉണ്ട്. എങ്ങനെയാ? കല്യാണത്തിന് ഉറപ്പിക്കുമ്പോൾ തരുന്നതാണ് നമുക്ക് ഫോണ്. സത്യം ഓർമ്മയുണ്ടോ? നിങ്ങളെ അമ്മമാരോടൊക്കെ ചോദിച്ചാൽ മതി, അമ്മ എപ്പോഴാണ് ഫോൺ ഉപയോഗിച്ചതെന്ന് ചോദിച്ചാൽ അവര് പറയും, ഒന്നുകിൽ കല്യാണം കഴിഞ്ഞപ്പോ നിന്റെ അച്ഛൻ തന്നു, ഇല്ലെങ്കിൽ കല്യാണം എനിക്ക് ഉറപ്പിച്ചപ്പോ അച്ഛൻ തന്നു എന്ന് പറയും ഇല്ലേ? പക്ഷെ ഇന്ന് നിങ്ങളോട് ചോദിച്ചാൽ ഇന്ന് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന കുട്ടികളില് എത്ര പേർക്ക് മൊബൈൽ ഫോൺ ഉണ്ട്? പൊക്കിക്കോ, ഞാനിപ്പോ വാങ്ങാനൊന്നും പോകുന്നില്ല മൊബൈല്. ഓക്കെ. ഇതൊക്കെ ആരാ വാങ്ങി തന്നെ? പഴയ ഫോണ് മോനെടുത്തു. അങ്ങനെ പഴയത് വീട്ടിൽ കുറയുന്നതെല്ലാം നീ എടുക്കുവോ? ഇല്ലല്ലോ. ഓക്കെ. പിന്നെയോ പഴയതായിട്ട് നമ്മുടെ അമ്മമ്മയും അച്ഛമ്മ വലിക്കുന്നുണ്ട്. അവരൊക്കെ നമ്മൾ സംരക്ഷിക്കുവോ? ഇല്ലാന്നാ? ഓക്കെ. എങ്ങനെയാണ് പറയൂ? അച്ഛൻ വാങ്ങിത്തന്നു. ഏതെങ്കിലും പരീക്ഷ പാസ്സായപ്പോഴാണോ? ഏത് പരീക്ഷ? 4th പാസ്സായപ്പോ മൊബൈല് വാങ്ങിത്തന്നു. അച്ഛനൊന്നും എനിക്ക് കാണണല്ലോ. പിന്നെയോ ബാക്കി എല്ലാവർക്കും എങ്ങനെയാ ഫോൺ കിട്ടിയേ? ഓൺലൈൻ ക്ലാസ്സിന്റെ സമയങ്ങളിൽ അച്ഛൻ വാങ്ങിത്തന്നത് എന്ന് പറയുന്നത് ചിലപ്പോൾ ഓൺലൈൻ ക്ലാസ്സിന്റെ സമയത്തൊക്കെ നിങ്ങൾക്ക് നോട്ട്സും മറ്റേ നമ്മുടെ ക്ലാസ് റൂമുകൾ അല്ലെ, ഗൂഗിൾ ക്ലാസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം മേ ബി അത്തരത്തിലുള്ള ഫോണുകളൊക്കെ നിങ്ങൾക്ക് അന്നേരം വാങ്ങി തന്നിട്ടുണ്ടാവാം. പക്ഷെ ഈ ഫോണിന് ഒരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയോ? ഇത് നമ്മളിങ്ങനെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. അതില് വ്യത്യസ്തങ്ങളായിട്ടുള്ള നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉള്ള ഒരു സാധനമാണ് നമ്മുടെ മൊബൈൽ എന്ന് പറയുന്നത് അല്ലെ. അതിലുള്ള കുറെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ഉണ്ടാവുമ്പോ നമ്മൾ ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്നാൽ നമ്മുടെ കാലത്ത് നിങ്ങൾക്ക് അറിയോന്ന് അറിയില്ല, ഞങ്ങളുടെ കാലത്ത് ആകെ സിനിമ എന്ന് പറയുന്നത് ഒരു വൈകുന്നേരം ഒരു 4 മണിക്ക് ഉണ്ടാവുന്ന ഒരു സിനിമയുണ്ട്. ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് ഒരു സിനിമ ഉണ്ടാവും. ഞാൻ അമ്മമാരോട് ചോദിച്ചാൽ മതി, ഇന്ന് പോയിട്ട്
അമ്മ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് നിങ്ങൾ സിനിമ കാണാറെന്ന് വെച്ചാൽ ആകെ പറഞ്ഞിട്ടുണ്ട്. ആകെ നമുക്ക് അന്ന് ഏതൊരു ചാനലേ ഉള്ളൂ? ദൂരദർശൻ എന്ന് പറയുന്ന ഒരു ചാനലേ ഉള്ളൂ. ഈ ദൂരദർശൻ എന്ന് പറയുന്ന ഒരു ചാനലില് ആകെ ഒരു മലയാള സിനിമ വരുന്നത് എപ്പോഴേ ഉള്ളൂ? ഒരു ഞായറാഴ്ച 4 മണിക്ക്. ഈ 4 മണിക്ക് നല്ല സിനിമ വരോ അല്ലെങ്കിൽ മോശം സിനിമ അങ്ങനെ ഒന്നുമില്ല. എല്ലാം മിക്സ്ഡ് ആയിട്ടാണ് വരും. അവാർഡ് സിനിമയും വരും, നല്ല സിനിമയും വരും, മോശം സിനിമയും വരും, ഒക്കെ വരും. പക്ഷെ ആ സിനിമ എന്തായാലും നമ്മൾ ഇരുന്ന് ക്ഷമയോടെ കാണും. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കാണുന്നത്? അതിൽ ഇഷ്ടംപോലെ പരസ്യങ്ങൾ വരും. ടീച്ചർമാരോടൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും, ഇല്ലേ? കുറെ പരസ്യങ്ങൾ വരും. എന്നാലും നമ്മൾ അതൊക്കെ വളരെ ക്ഷമയോടെ, എനിക്ക് തോന്നുന്നു നമ്മൾ ഒരാളും ആ സമയത്ത് ഒരു പരസ്യം വന്നല്ലോ എന്ന് പറയും അങ്ങനെ പോലും നമ്മൾ മുഖം ചുളിച്ചിട്ടുണ്ടാവില്ല. അത്രയും പരസ്യം പോലും നമ്മൾ ആസ്വദിച്ചിട്ട് കാണും. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കാണേണ്ടി വന്നത്? എന്തുകൊണ്ടാ? നമുക്ക് എന്തില്ല? മറ്റൊരു ഓപ്ഷൻസ് അവിടെ ഇല്ല. ഉണ്ടോ? ഞങ്ങൾക്ക് ദൂരദർശൻ മാറ്റിയിട്ട് മറ്റൊരു ദൂരദർശൻ കാണാനോ അല്ലെങ്കിൽ മറ്റൊരു ഏഷ്യാനെറ്റ് പോലെയുള്ള ചാനലുകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ക്ഷമയോടെ അത് കണ്ടിരിക്കും. എന്നാൽ ഇന്നത്തെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഒരുപാട് ഓപ്ഷൻസ് സമൂഹത്തിലുണ്ട്. പല ആപ്ലിക്കേഷൻസ് ഉണ്ട്, ചാനലിലുണ്ട്. ഇപ്പൊ TV തുറന്നാൽ തന്നെ ഏറ്റവും നല്ല സിനിമ, ഒരു സിനിമ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഓൺ ദി സ്പോട്ട് നിങ്ങൾ എന്താ ചിന്തിക്കുക? മറ്റേ ചാനലിൽ ഇതിനേക്കാൾ നല്ലതായിരിക്കും ഉണ്ടാവുക, അല്ലേ? അത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ അടുത്തത് എന്താ ചിന്തിക്കുക? വേറെ ചാനലിൽ നോക്കിയിട്ട് അടുത്ത വേറെ നല്ലതായിരിക്കും ഉണ്ടാവുക, അല്ലെ? എന്നാൽ നിങ്ങൾ ചുരുക്കത്തിൽ ഏതെങ്കിലും ഒന്ന് ആസ്വദിക്കുവോ? ഇല്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒന്നിനെയും കൃത്യമായിട്ട് ആസ്വദിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാതെ വരുന്നു. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങളെ കുഴപ്പമല്ല. നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ ടെക്നോളജി അത്രമാത്രം ഇംപ്രൂവ് ആവുന്നത് കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളിലുള്ള ക്ഷമാശീലം, നമ്മുടെ കുട്ടികൾക്കുള്ള ഓപ്ഷൻസ് ഒരുപാടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ ഇന്ന് എന്താണ് ശരിക്കും യഥാർത്ഥത്തിൽ എന്താണ്? എപ്പോഴും അവർക്ക് ഏതാണ് ചൂസ് ചെയ്യേണ്ടത്, ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയുവാനുള്ള പണ്ടത്തെ സമൂഹത്തിനുണ്ടായിട്ടുള്ള പോലും പക്വത ആർക്കുണ്ടാവുന്നില്ല? നമ്മുടെ ഇന്നത്തെ നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടാവുന്നില്ല. അത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണോ? അല്ല, നമ്മുടെ ഒരു സമൂഹത്തിലുള്ള ഒരു മാറ്റാണ് അങ്ങനെ ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് ഈ പറയുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. ഇനി വരുന്ന തലമുറയും ആ രീതിയിലാണ് ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഞങ്ങളുടെയും എന്റെയും നിങ്ങളുടെയും ഒക്കെ ടീച്ചർമാർ ജീവിച്ചിരുന്ന, നിങ്ങളുടെ അമ്മമാരൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാലഘട്ടത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി എന്തെടുക്കേണ്ടി വരും? പ്രിക്കോഷൻസ് എടുക്കേണ്ടതായിട്ട് വരും. എന്തുകൊണ്ടാ? ഞങ്ങൾ ആദ്യം പറഞ്ഞു, ഒരു നല്ല വ്യക്തി ആവാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ തെറ്റ് ആവർത്തിക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം വേണോ? ഒരു മോശം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്, മോശം ചിന്തിക്കുവാൻ വേണ്ടിയിട്ട് കുറേ സമയം വേണോ? വേണ്ട. എന്നാൽ നല്ലത് നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്, ഒരു നല്ല ഒരു പ്രശംസ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കഠിനാധ്വാനം ചിലപ്പോൾ വേണ്ടി വരും. നമ്മൾ പഠിത്തത്തിൽ നിങ്ങളുടെ ടീച്ചർമാർക്ക് എപ്പോഴും പറഞ്ഞു തരുന്ന കാര്യമായിരിക്കും, ഹാർഡ് വർക്കിനേക്കാളും നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഏതാ? സ്മാർട്ട് വർക്കാണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് എന്താണ് വേണ്ടത്? സ്മാർട്ട് വർക്കാണ്. എന്താണ് സ്മാർട്ട് വർക്കിൽ നമ്മൾ കാണേണ്ടത്? നമ്മുടെ ഈ പറയുന്ന തലക്കു ചുറ്റിലും നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ തലക്കു ചുറ്റിലും ഉണ്ടാവുന്ന ഇത്തരം നെഗറ്റീവ്സുകളെ നമ്മൾ എന്ത് ചെയ്യണം? അപ്പാടെ നോ പറയുവാനുള്ള തന്റെ ഇടം, കപ്പാസിറ്റി ആർക്കുണ്ടാവണം? നമുക്കുണ്ടാവണം. അത് നിങ്ങൾക്ക് ഏതെങ്കിലും ടീച്ചർമാർ 1 കിലോ എന്ന് ഉരുട്ടിട്ട് വായിലിട്ട് തരുമോ? നിങ്ങൾ അമ്മമാര് വരുമ്പോ ചോറ്റിന്റെ പാത്രത്തിൽ തരുമോ? ആവശ്യത്തിന് ഇതെടുത്തിട്ട് പ്രയോഗിച്ചോളൂ എന്ന് പറയാൻ പറ്റുമോ? ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്? നമ്മൾ സ്വയം ജീവിക്കുന്നതിലൂടെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. എന്നാൽ ഞങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാറുണ്ടോ? യെസ് ഓർ നോ? ഒന്ന് ഒച്ചത്തിൽ പറഞ്ഞ യെസ് ഓർ നോ? ഒന്നും കൂടി പറഞ്ഞ യെസ് ഓർ നോ? നോ. എങ്ങനെയാണ് നോ ഇത്ര ഒച്ചത്തിൽ പറയാൻ നിങ്ങൾക്ക് പറ്റുന്നേ? അത് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് നിങ്ങൾക്ക് ആ നോ നിങ്ങൾക്ക് ഇത്ര മാത്രം ഉച്ചത്തിൽ പറയാൻ പറ്റുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം.
ഓക്കെ, എന്നോട് സഹകരിക്കൂലേ? പാരന്റ്സും ടീച്ചേഴ്സും നിങ്ങളെ വഴക്ക് പറയാറില്ലേ? പറയാറില്ലേ? നല്ലോണം നല്ലോണം പറയാറുണ്ട്. ചെറുങ്ങന. ഓക്കെ, എന്തിനൊക്കെയാണ് നിങ്ങളെ വഴക്ക് പറയാറ്? ഒന്ന്, പഠിക്കാത്തത് കൊണ്ട്. ഓക്കെ, ഒന്ന് പഠിക്കാത്തത് കൊണ്ട്. രണ്ട്, കുരുത്തക്കേട്. മൂന്ന്, ദേഷ്യം. നാല്, ഹോംവർക്ക് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ. അഞ്ച്, ഓരോരാൾ എണീറ്റ് എന്ന് പറഞ്ഞേ. എണീറ്റ് നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇരുന്നിട്ട് വച്ചത്തി പറഞ്ഞോ. അസാധു. ഓക്കെ, പിന്നെയോ? നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. നമ്മുടെ പാരന്റ്സിന്റെയും ടീച്ചേഴ്സ്, ഈ പാരന്റ്സും ടീച്ചേഴ്സും എന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് ഇന്ന് അത് മനസ്സിലാവില്ലെങ്കിലും നിങ്ങൾ ഭാവിയിൽ ഒരു കുറച്ചും കൂടി നമ്മുടെയൊക്കെ പ്രായമാകുമ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. പാരന്റ്സും ടീച്ചേഴ്സും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെടുന്ന രണ്ട് വ്യക്തികളാണ്. ഒന്ന് പാരന്റ്സും, മറ്റൊന്ന് ടീച്ചേഴ്സും. ഇപ്പൊ നമ്മളിപ്പോ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് കുറെ കഴിഞ്ഞ് ഇവിടുന്ന് റിട്ടയർഡ് ഒക്കെ ആയി പോയി, അവരൊക്കെ എവിടെങ്ങളോ എത്തി. അങ്ങനെ നിങ്ങൾ കുറച്ച് വലുതായി കഴിഞ്ഞാൽ ആ കുട്ടികളെ നിങ്ങൾ കാണുമ്പോൾ ആ ടീച്ചർക്കും എന്തുണ്ടാവും? അറിയാതെ ഒരു വാത്സല്യം ഉണ്ടാവും. അതുപോലെ നിങ്ങൾക്കും എന്തുണ്ടാവും? അറിയാതെ ഒരു സ്നേഹം അവരോടുണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് എപ്പോഴും തോന്നുന്ന രണ്ട് വ്യക്തികളാണ് നമ്മുടെ പാരന്റ്സും. നിങ്ങൾക്ക് വേറെ റൂട്ടിന്റെ മുകളിൽ കാണുന്നപ്പോ എല്ലാവരോടും അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നാറുണ്ടോ? നമുക്ക് ഉള്ളിന്ന് വരുന്ന ഒരു വാത്സല്യം അല്ലെങ്കിൽ ഉള്ളിന്ന് വരുന്ന ഒരു സ്നേഹം നമുക്ക് അങ്ങനെ തോന്നുമോ? നമുക്ക് ചിലപ്പോൾ ഒരു ഇഷ്ടമൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു സാധനം നമുക്ക് ജീവിതത്തിൽ ആരോടെ തോന്നൂ? ഒന്ന് നമ്മുടെ പാരന്റ്സ്, രണ്ട് നമ്മുടെ ടീച്ചേഴ്സ്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ഈ രണ്ട് വ്യക്തികളെയും ഏത് തരത്തിലാണ് കാണേണ്ടത്? ലോ ലെവലിലാണോ ഹൈ ലെവലിലാണോ? ഏത് ലെവലിലാണ് കാണേണ്ടത്? ഹൈ ലെവൽ. ഇത് നമുക്ക് പരിശോധിച്ച് നോക്കാം. അവരാണോ മോശക്കാരല്ല നിങ്ങളാണോ മോശക്കാരെന്നുള്ളത്. റെഡിയല്ലേ? പരിശോധിക്കാൻ റെഡിയല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് പാരന്റ്സും ടീച്ചേഴ്സും ഒക്കെ ഏകദേശം സെയിം സാധനത്തിനാണ് നമ്മൾ വഴക്ക് പറയുന്നുണ്ടാവുക. ഒന്ന്, നമ്മൾ പഠിക്കാത്തതിന് അല്ലേ? നിങ്ങൾ തന്നെ പറയുന്നല്ലേ, ഞാൻ പറയുന്നല്ലേ. ഒന്ന്, പഠിക്കാത്തതിന്. പഠിച്ചാലുള്ള ഗുണം എന്തൊക്കെയാ മക്കളെ? നല്ല നിലയിലെത്തും, 6ാം നിലയിലെത്തും. പിന്നെ നല്ല അറിവ് ലഭിക്കും. പിന്നെ നല്ല ജോലി കിട്ടും. ജോലി കിട്ടുമ്പോ എന്തും കൂടി കിട്ടും? പൈസയും കിട്ടും. ഈ പൈസ മുഴുവനും പാരന്റ്സിനാണോ കൊടുക്കുക? അതിന്റെ ഒരു ചെറിയ പാർട്ടല്ലേ പാരന്റ്സിന് കൊടുക്കും? ഫുള്ള് കൊടുക്കും? ഹാഫ് കൊടുക്കും? വെരി ഗുഡ്. അതിപ്പോ പറയും, കുറച്ച് കഴിയുമ്പോ അത് മോന്റെ കുറ്റല്ല, മോന്റെ മൈൻഡ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഫുള്ള് കൊടുക്കാനുള്ള മനസ്സ് ഇപ്പോഴവിടെ ഇരിക്കട്ടെ. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നമുക്ക് ആ സമയത്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവും, നമ്മുടെ ഫാമിലി ഉണ്ടാവും, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ടുണ്ടാവും. അപ്പൊ ആ സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? പാരന്റ്സിനെ നമ്മൾ ചേർത്ത് നിർത്തുന്നതോടൊപ്പം അവരുടെ കാര്യങ്ങൾ നോക്കുകയും പിടിക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും. ഒരു വൃദ്ധസദനത്തില് നമ്മുടെ പാരന്റ്സിനെ എന്താക്കില്ല? കൊണ്ടാക്കില്ല എന്ന് ആരുറപ്പിക്കണം? നമ്മൾ തന്നെ ഉറപ്പിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്യും. പക്ഷെ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമുക്കൊരു നല്ല ജോലി കിട്ടി, നമുക്കൊരു നല്ല വരുമാനം കിട്ടി, ഇതിന്റെയൊക്കെ ഗുണം ആർക്കാ കിട്ടുക? ഏറ്റവും കൂടുതൽ ഗുണം ആർക്കാ കിട്ടുക? ഒച്ചതി പറഞ്ഞേ, ആർക്കാ കിട്ടുക? നമുക്കാ കിട്ടുക. അപ്പൊ പാരന്റ്സ് പറയുന്നത്, ടീച്ചേഴ്സ് പറയുന്നത് ശരിയോ തെറ്റോ? അപ്പൊ ഇവിടെ പോയിന്റ് ആർക്കാ കിട്ടിയേ? നിങ്ങൾക്ക് കിട്ടിയോ? നിങ്ങൾക്ക് എത്ര പോയിന്റാ കിട്ടിയേ? ഉണ്ടാ 0 ഇല്ലേ? ഇനി അടുത്തതിന് എന്തിനാ വഴക്ക് പറയുന്നേ? ഹോംവർക്ക് ഒക്കെ അത് പഠിത്തത്തിന്റെ ഇതിലേക്ക് മുഴുവൻ പോയി. അടുത്ത വഴക്ക് പറയുന്നത് എന്തിനാ? ഭക്ഷണം കഴിക്കാണ്ടെന്നാല് വഴക്ക് പറയാറുണ്ട് അല്ലെ? ടീച്ചേഴ്സും പാരന്റ്സും ഒക്കെ പറയാറില്ലേ? പറയാറില്ലേ? ഈ ഭക്ഷണം നല്ലോണം കഴിച്ചാലുള്ള ഗുണം ആർക്കാ? നിങ്ങൾ നല്ലോണം കഴിച്ചാൽ എനിക്കാണോ ഗുണം കിട്ടുക? എന്റെ ആരോഗ്യമാണോ മെച്ചപ്പെട്ട് വരിക? നിങ്ങൾ കഴിച്ചാൽ നിങ്ങളുടെ പാരന്റ്സിനാണോ ആരോഗ്യം മെച്ചപ്പെട്ട് വരിക? നിങ്ങൾ കഴിച്ചാൽ നിങ്ങളുടെ ടീച്ചേഴ്സിനാണോ ആരോഗ്യം മെച്ചപ്പെടുന്ന ഉണ്ടായിട്ട് വരിക? ആണോ? നല്ല മുഖമൊക്കെ നല്ല ചുള്ളത്തി ആയിട്ടൊക്കെ ആരാ വരിക? നല്ല ചുള്ളനൊക്കെ ആയിട്ട് ആരാ വരിക?
അപ്പൊ അതിന്റെ ഗുണം ആർക്കാ കിട്ടുന്നേ? അപ്പൊ പാരന്റ്സ് വഴക്ക് പറയണ്ടേ? പറയണ്ടേ? ടീച്ചേഴ്സ് വഴക്ക് പറയണ്ടേ? അപ്പൊ ഇവിടുത്തെ ശരി ആരാ? ടീച്ചേഴ്സ്. അപ്പൊ ഈ പോയിന്റ് ആർക്ക് പോയി? ഈ പോയിന്റ് ആർക്ക് പോയി? ടീച്ചേഴ്സ്, പാരന്റ്സ്. നിങ്ങൾക്ക് ഏതാ പോയിന്റ്? 0. ഇനി നമ്മൾ അടുത്ത ഈ വഴക്ക് എന്തിനാ പറയുന്നേ? അത് പറയാൻ കിട്ടുന്നില്ല പാവത്തിന്. അശ്രദ്ധ. ഓക്കെ, എനിക്കും കിട്ടണ്ടായി. ഓക്കെ, അതല്ലേ ഇതിന് അതൊക്കെ നമ്മുടെ പഠിത്തത്തിൽ ഈ അശ്രദ്ധ കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നമ്മളൊരു റോഡ് മുറിച്ച് കിടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, ബാത്റൂമിൽ കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, നമ്മുടെ യൂണിഫോം നമ്മൾ വൃത്തിയായിട്ട് വെക്കുന്നില്ല, നമ്മുടെ പുസ്തകങ്ങൾ നമ്മൾ വൃത്തിയായിട്ട് വെക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള കുറെ അശ്രദ്ധകൾ ഉണ്ടാവുമ്പോ അത് ആർക്കാണ് ഗുണക്കേട്? ആർക്കാണ്? നമ്മൾക്ക് തന്നെയല്ലേ. അപ്പൊ നിങ്ങളെ ചീത്ത പറയേണ്ട ബാധ്യത ആർക്കുണ്ട്? പാരന്റ്സിനുണ്ട്, ടീച്ചേഴ്സിനുണ്ട്. ഇവിടെയും പോയിന്റ് ആരാ നേടിയേ? നിങ്ങൾക്ക് എത്രയാ? 0. അപ്പൊ ടീച്ചേഴ്സ് ആൻഡ് പാരന്റ്സ് എത്ര പോയിന്റ് നേടി? നിങ്ങൾ എത്ര പോയിന്റ് നേടി? 0. ഇനി അടുത്തത് എന്തിനാ നിങ്ങളെ ചീത്ത പറയുന്നേ? മൊബൈൽ ഫോൺ. വെരി ഗുഡ്, വെരി ഗുഡ്. മൊബൈൽ ഫോണ് അമിതമായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോ ഈ മൊബൈൽ ഫോണിനെ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാ കുട്ടികളെ? നമുക്ക് ഫോൺ വിളിക്കാൻ പറ്റും, നേരത്തെ പറഞ്ഞ പോലെ പഠിത്തത്തിന് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെയോ യൂട്യൂബ് കാണാൻ പറ്റും, പിന്നെ ഗെയിം കളിക്കാൻ പറ്റും, പിന്നെ ഫോട്ടോ എടുക്കാൻ പറ്റും, പിന്നെയോ വീഡിയോ എടുക്കാൻ പറ്റും, എന്റർടൈൻമെന്റ് ഉണ്ടാവും, പിന്നെ ഇതൊക്കെ ഉണ്ടാവും അല്ലെ? ഇതിനെ കൊണ്ട് ഇതൊക്കെ നമുക്ക് പറ്റുമല്ലോ, പറ്റൂലേ? യെസ് ഓർ നോ? എന്നാൽ ഇതിനെ കൊണ്ടുള്ള ഡിഫക്റ്റ് എന്തൊക്കെയാണ് ഉണ്ടാവുക? കണ്ണു പോവും, എഡിക്റ്റ് ആവും, ബ്രെയിന് പോവും, പഠിക്കൂല, ദേഷ്യം, മടി, കോൺസെൻട്രേഷൻ, മനസ്സില്ലാണ്ടാവും, പിന്നെ മാനസികം ഉണ്ടാവും, പിന്നെ ഇതൊന്നും ഞാൻ പറയുന്നല്ലേ, ഞാൻ ഇതൊന്നും പറയുന്നില്ലേ. പിന്നെയോ ബുദ്ധി ഇല്ലാണ്ടാവും, ടൈം വേസ്റ്റ് ആവും, പിന്നെയോ ആരോഗ്യമില്ലാതാവും, പിന്നെയോ തെറ്റായ വഴിയിലേക്ക് നമ്മൾ നീങ്ങും. ഇതൊക്കെ നന്നായിട്ട് അറിയാം എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക്. ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ആർക്കറിയാം? നമുക്കറിയാം. പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യില്ല? ഫോൺ ഉപയോഗിക്കാതെ ഇരിക്കാൻ വേണ്ടിട്ട് പറ്റൂല. ഈ കണ്ണ് നിങ്ങൾക്കൊരു പ്രധാനല്ലേ? ഇത് എവിടെന്നെങ്കിലും വാങ്ങാൻ കിട്ടുമോ? ഒന്ന് പോയാല് ആരെങ്കിലും കടം തരുമോ? ഇനി തലച്ചോറ് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഇറച്ചി ഷോപ്പിൽ പോയിട്ട് വാങ്ങാൻ കിട്ടുമോ? മട്ടൻ്റെതും പശുവിൻ്റെതൊക്കെ പോത്തിന്റെ ഒക്കെ വാങ്ങുന്ന പോലെ മനുഷ്യന്റെ ഒരു തലച്ചോറ് തരുമോന്ന് വെച്ചാൽ തരുമോ? മനസ്സ്, നിങ്ങൾ അച്ഛൻ ഭയങ്കര റിച്ച് ആയിരിക്കും, അച്ഛൻ്റെ ഒരു പുതിയ മനസ്സ് ഇവിടെ ഫിറ്റ് ചെയ്ത് തരാൻ പറ്റുമോ? നിങ്ങളുടെ സമയം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങളുടെ എല്ലാ ദേഷ്യം കൊണ്ട് നമുക്ക് എന്തേ ഉണ്ടാവും? മനസ്സിന് സന്തോഷാണോ ഉണ്ടാവുക? ദേഷ്യം കൊണ്ട് നമുക്ക് എന്താ ഉണ്ടാവുക? സങ്കടമാണ് ഉണ്ടാവുക. ആ സങ്കടം നമ്മൾ വെറുതെ വില കൊടുത്ത് വാങ്ങണോ? വേണോ? അപ്പൊ ഇത്രയും ഡിഫക്റ്റ് ഉള്ള ഒരു സാധനം, ഇത്രയും ഡിഫക്റ്റ് ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്ന ഒരു സാധനം ഉപയോഗിക്കുമ്പോൾ പാരന്റ്സും ടീച്ചേഴ്സും ചീത്ത പറയണ്ടേ? വേണ്ടേ? അപ്പൊ പാരന്റ്സും ടീച്ചേഴ്സും ചീത്ത പറയുന്നത് മോശമാണോ ശരിയാണോ? അപ്പൊ ഈ പോയിന്റും ആര് നേടിയെടുത്തു? ടീച്ചേഴ്സ്. നിങ്ങൾക്ക് എത്ര പോയിന്റ്? 0. പിന്നെ എന്തിനാ ടീച്ചേഴ്സ് നിങ്ങളെ വഴക്ക് പറയുന്നത്? പാരന്റ്സ് നിങ്ങളെ വഴക്ക് പറയുന്നേ? നല്ല വഴിക്ക് പോവാതിരുന്നാൽ. നല്ല വഴിക്ക് പോയാലുള്ള ഗുണം എന്താ? നിങ്ങൾക്ക് നല്ല യാത്രയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ ഉണ്ടാവുക, അല്ലേ? വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, സന്തോഷം ഉണ്ടാവും, സമാധാനം ഉണ്ടാവും, അല്ലേ? കുറെ അച്ചീവ്മെന്റ്സ് നിങ്ങൾക്ക് നേടാൻ പറ്റും.
അല്ലാതെയോ ലഹരി പോലെയുള്ള കാര്യങ്ങളിലേക്ക് പോവുക, പ്രണയം പോലെയുള്ള കാര്യങ്ങളിലേക്ക് പോവുക, പിന്നെയോ 18 ആവുന്നതിന് മുമ്പ് ഡ്രൈവിംഗ് ലൈസൻസ് ഒന്നും ഇല്ലാതെ വാഹനം ഓടിക്കാൻ പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ആർക്കാണ് പ്രശ്നം ഉണ്ടാവുന്നത്? നിങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം ഉണ്ടാവുന്നത്, അല്ലേ? അപ്പൊ ഇതിന് നിങ്ങളെ പാരന്റ്സും ഈ പറയുന്ന ടീച്ചേഴ്സും വഴക്ക് പറയണ്ടേ? 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 അപ്പൊ ഇവിടെയും ആരാണ് ശരി? ടീച്ചേഴ്സ് ആൻഡ് പാരന്റ്സ്. ഇപ്പൊ എത്ര പോയിന്റ് ടീച്ചേഴ്സ് ആൻഡ് പാരന്റ്സിന് കിട്ടി? നമ്മൾ 5 ചോദിച്ചതില് 5 മാർക്കാണ് കിട്ടിയത്. 5 മാർക്കാണ് കിട്ടിയത്. ഒന്ന് ഒച്ചത്തിൽ പറഞ്ഞേ, 5 മാർക്കാണ് കിട്ടിയേ. നിങ്ങൾക്ക് എത്രയേ കിട്ടിയിട്ടുള്ളൂ? അപ്പൊ ശരിക്കും നിങ്ങള് ഇത്ര കാലം ചിന്തിച്ചതാണോ ശരി, അതോ ഇപ്പോഴത്തുള്ളതാണോ ശരി? അപ്പൊ ഇത്രയും കാലം ചിന്തിച്ചത് എന്തായിരുന്നു? ഇനി ആ ചിന്തക്കൊരു മാറ്റം വരില്ലേ? മാറ്റം വരില്ലേ? ഇനി എന്ത് ചെയ്യും? എവിടെയെങ്കിലും നമ്മള് ഒരു എന്തെങ്കിലും ഒരു ഇങ്ങനെയുള്ള വഴക്ക് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചിന്തിക്കുക, ഇത് ആരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്? ഞാൻ പറഞ്ഞ മനസ്സിലായോ? ആരുടെ നന്മക്ക് വേണ്ടിയിട്ടാണ് എന്ന് ആരാലോചിക്കണം? അപ്പൊ അച്ഛൻ ചിലപ്പോ 5ാം ക്ലാസ്സിലൊക്കെ ജയിച്ചാൽ നിങ്ങൾക്ക് ഫോണൊക്കെ വാങ്ങിത്തരും. അത് അച്ഛന് സ്നേഹം കൊണ്ടല്ല, മോൻ വേഗം ആരോഗ്യം കണ്ണു പോയിക്കോട്ടെ, തലച്ചോറ് പോയിക്കോട്ടെ, ഹാർട്ട് പോയിക്കോട്ടെ, സമയം പോയിക്കോട്ടെ, പഠിത്തം പോയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിങ്ങളുടെ പാരന്റ്സ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഫോണ് 4ന്ന് പാസ്സായാലും 5ന്ന് പാസ്സായാലും 6ന്ന് പാസ്സായാലും ഒക്കെ നിങ്ങൾക്ക് ഐഫോണും ഇങ്ങനെ വലിയ വലിയ ഫോണുകളൊക്കെ വാങ്ങിത്തരുന്നത്. അപ്പൊ നശിക്കുന്നത് ആരാണ്? അപ്പൊ നമുക്ക് എന്തൊക്കെ ഉണ്ടായി കഴിഞ്ഞാലും നമ്മുടെ പാരന്റ്സ് വലിയ റിച്ച് ആണെന്ന് വിചാരിക്കും. നമ്മുടെ പാരന്റ്സ് ഒരുപാട് പൈസയുണ്ട്, ഒരുപാട് സ്വത്തുണ്ട്. പക്ഷെ ഈ നമ്മുടെ ആരോഗ്യം പോയി കഴിഞ്ഞാൽ അത് തരാൻ പറ്റുമോ? നമ്മുടെ തലച്ചോറ് പോയി കഴിഞ്ഞാൽ തിരിച്ചു തരാൻ പറ്റുമോ? നമ്മുടെ കണ്ണ് പോയി കഴിഞ്ഞാൽ തിരിച്ചു തരാൻ പറ്റുമോ? നമ്മുടെ സമാധാനം പോയി കഴിഞ്ഞാൽ തിരിച്ചു തരാൻ പറ്റുമോ? നമ്മുടെ സന്തോഷം പോയി കഴിഞ്ഞാൽ തിരിച്ചു തരാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇതൊക്കെ കാത്തു സൂക്ഷിക്കേണ്ടത് ആരുടെ കടമയാ? അപ്പൊ ഫോണ് നിങ്ങൾ ഒരുപാട് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്കത് ഒരുപാട് ഉപയോഗിക്കാനുള്ള തോന്നലുണ്ടാവും. അത് നമുക്കുണ്ടാവും, നിങ്ങൾക്കുണ്ടാവും. അതിൽ നിങ്ങൾ ഞങ്ങൾക്ക് ഒരേപോലെയാണ്. പക്ഷേ അങ്ങനെയുള്ള തോന്നലുണ്ടാവുമ്പോൾ ആ തോന്നലിന്റെ പെട്ടെന്നൊരു ദിവസം ഞാൻ ഇവിടെ വന്നിട്ട് ഇനി നിങ്ങൾ അങ്ങനെയൊന്നും തോന്നരുത്, നാളെ മുതൽ നിങ്ങൾ അങ്ങനെയൊന്നും ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിയാവോ? ഇല്ല. അതിന് പകരമായിട്ട് ഞാൻ എന്റെ മക്കളോട് പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനെ അമിതമായിട്ട് തോന്നലുണ്ടാകുന്ന സമയങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടുള്ള ചില വിനോദങ്ങൾ, ഹോബീസ് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യണം. അങ്ങനെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? നിങ്ങൾ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ. അല്ലാതെ മറ്റൊരാളും നിങ്ങൾ എന്ത് ചെയ്യില്ല? പ്രൊട്ടക്ട് ചെയ്യാൻ ഉണ്ടാവില്ല എന്നുള്ള തികഞ്ഞ ബോധം ആർക്കുണ്ടാവണം? നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ ചിലപ്പോൾ ഒരു കുറച്ച് സമയം നിൽക്കും. നിങ്ങൾ കുട്ടികളാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു പുതിയ തലമുറക്ക് എല്ലാം വളരെ കുറച്ച് സമയം മാത്രമേ നിൽക്കുന്ന ഒരു സാഹചര്യവും നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ആ സമയത്ത് തോന്നുന്ന താല്പര്യം, ആ സമയത്ത് തോന്നുന്ന താല്പര്യം ലഹരിയിലാണ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് നന്മ എന്ന് തോന്നുന്ന നമ്മുടെ ചെറിയ ചെറിയ ഇഷ്ടങ്ങള്, അത് ചിലപ്പോൾ ഒരു മാല കോർക്കുന്നതിലാവാം, അല്ലെങ്കിൽ ഒരു കോഴി വളർത്തുന്നതിലാവാം, ഒരു മീനിനെ വളർത്തുന്നതിലാവാം, ഒരു പുസ്തകം വായിക്കുന്നതിലാവാം, ഒരു ചിത്രം വരക്കുന്നതിലാവാം. ഇങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഹോബീസിൽ നമ്മൾ സ്വയം, നമ്മുടെ ഫോൺ എന്ന് പറയുന്ന സാധനം ഒരിക്കലും മോശമല്ല, നമുക്ക് ഒരുപാട് ഉപയോഗമുള്ള സാധനമാണ്. പക്ഷെ അമിതമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന സാധനങ്ങളൊക്കെ നമുക്കൊക്കെ ഉണ്ടാവുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ നമ്മൾ മാക്സിമം എന്ത് ചെയ്യണം? മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ സമയം. ഇന്നത്തെ കുട്ടികളിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു കുഴപ്പം, ഞങ്ങൾക്ക് ഫാമിലിയോ അല്ലെങ്കിൽ മറ്റേ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്നൊക്കെ ഞങ്ങൾ ടൂർ പോയി കഴിഞ്ഞാല് ബസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ പോലെയുള്ള മക്കള് ഞാൻ പറയുന്നൊരു വാക്കുണ്ട്, ബോറടിക്കുന്നു. ബസ്സിലിരുന്ന ഞങ്ങളൊക്കെ പ്രായത്തിൽ, ഞങ്ങളെപ്പോലെ നിങ്ങളാവണം എന്നല്ല ഞാൻ പറയുന്നത്, ഞങ്ങളൊക്കെ പ്രായത്തിൽ ഇപ്പൊ ടീച്ചേഴ്സിനൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങളൊക്കെ പുറത്ത് ബസ്സിൽ കയറി ഇരുന്നാൽ പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾ അവിടെ ഇരുന്ന് ഞങ്ങൾ എപ്പോഴും നിങ്ങളെ പോലെ തന്നെ മൂലക്കൊക്കെ ഇരിക്കാൻ, അതായത് ഈ ജനൽ ബസ്സിന്റെ എന്താ പറയുന്നത്, വിൻഡോ സീറ്റിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇഷ്ടപ്പെടുക. അപ്പൊ നമ്മൾ എന്തിനാ അതിന് ഇഷ്ടപ്പെടുന്ന? എന്തിനാ? നമ്മൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ പുറത്തുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ആസ്വദിക്കുകയാണ്.
അതിൽ മരങ്ങൾ ഉണ്ടാവാം, ചില വീടുകൾ ഉണ്ടാവാം, ചില പുഴകൾ ഉണ്ടാവാം, മറ്റു ചില പ്രകൃതി രമണീയമായിട്ടുള്ള പല സാധനങ്ങളും നമ്മുടെ വീട്ടിലൊന്നും ഇല്ലാത്ത പല സാധനങ്ങളും നമ്മൾ ആസ്വദിക്കുകയാണ്. എന്നാൽ ഇന്നത്തെ കുട്ടികള് ബസ്സിൽ കയറിയ താമസം അവർക്ക് ബോറടിയായി. എവിടെ നിന്നാണോ നിങ്ങൾ ഇത് എടുത്തുകൊണ്ടിരുന്നത്? വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഒരു പാക്കാക്കിട്ട് കൊണ്ടുവരുന്നുണ്ടാ? നമ്മൾ എല്ലാറ്റിനെയും ആസ്വദിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കണം. നമ്മൾ ഈ ഫോണിനെ മാത്രം ആസ്വദിച്ചുകൊണ്ട് ജീവിച്ചാൽ ഞാൻ LLB കർണാടകയിൽ പഠിച്ച ഒരാളാണ്. അപ്പം അവിടെ ഒരു സാർ ഉണ്ടായിരുന്നു, നമുക്കൊരു പൊളിറ്റിക്സ് ഒക്കെ എടുക്കുന്ന ഒരു സാറുണ്ട്. സാറ് ആൺകുട്ടികളോട് എപ്പോഴും ഇങ്ങനെ ക്ലാസ്സിലൊക്കെ കയറാതിരിക്കുമ്പോൾ പറയും, കുട്ടികളെ നിങ്ങൾ ഇപ്പോൾ പുസ്തകം വലിച്ചെറിഞ്ഞാൽ, കൃത്യമായിട്ട് നിങ്ങൾ കേട്ടോളൂ, എന്റെ മനസ്സിൽ എന്നുള്ള ഒരു കോട്ടാണ്, പുസ്തകം നിങ്ങൾ ഇപ്പം വലിച്ചെറിഞ്ഞാൽ ആ പുസ്തകം നിങ്ങളെ നാളെ വലിച്ചെറിയും. അതിന്റെ അർത്ഥം എന്താ? പുസ്തകത്തിന് നിങ്ങളെ പൊക്കിയിട്ടെടുത്തിട്ട് എവിടെയെങ്കിലും താങ്ങിയിട്ട് അങ്ങ് നിർത്താനുള്ള കഴിവുണ്ടോ? പിന്നെന്താണ് അതിന്റെ അർത്ഥം? എന്താ? ഒന്നിങ്ങ് വന്നേ, എന്റെ മോൻ നല്ല സ്മാർട്ടാ, വന്നേ ഇങ്ങോട്ട് വന്നേ. ഞാൻ പറയുമ്പോ നിങ്ങൾ ചിലപ്പോ വിശ്വസിക്കൂല. വാ നമുക്ക് നിർത്താലവേ, വാ. അവൻ പറഞ്ഞു തരും കേട്ടോ, ഇതിന്റെ അർത്ഥം അവൻ പറഞ്ഞു തരുവേ. അപ്പൊ നല്ല ക്ലാപ്പ് കൊടുക്കണേ. ഓക്കെ, അവൻ പറഞ്ഞു തരും. എന്താ ഞാനിപ്പോ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? വെരി ഗുഡ്, മനസ്സിലായല്ലോ കേട്ടോ അല്ലേ? അപ്പൊ ഇതിന്റെ അർത്ഥം നമ്മുടെ പുസ്തകം നമ്മളെല്ലാരും കൂടിയിട്ട് എല്ലാ പൊളിറ്റിക്സും എക്കണോമിക്സും സോഷ്യോളജിയും മാത്സും ഒക്കെ വന്നിട്ട് നമ്മളിങ്ങനെ പൊന്തിച്ചിട്ട് പോയിട്ട് എവിടെയെങ്കിലും ഇട്ടേക്കോ? ഇല്ല. അതിന്റെ അർത്ഥം നമ്മൾ നാളെ കഷ്ടപ്പെടേണ്ടി വരും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മള് സമൂഹത്തിൽ നാളെ നല്ല ഒരു പൗരനായിട്ട്, നല്ലൊരു വ്യക്തിയായിട്ട്, വീട്ടിലും നല്ലൊരു കുട്ടിയായി, നല്ലൊരു പാരന്റിന്റെ മകളായി ഒരു പാരന്റ്സിന് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമുണ്ട്. എപ്പോഴാണെന്നറിയോ? എപ്പോഴാണ്? നിങ്ങൾ വണ്ണം വെച്ചാലാ? ഭയങ്കര ടെൻഷനാടാ. എപ്പോഴാണ് നമുക്കൊരു അഭിമാനം ഉണ്ടാവുക? ഈ പോട്ടെ, എങ്ങനെ ആ അഭിമാനം വേണ്ട. ഈ സ്കൂളിൽ വരുമ്പോ പാരന്റ്സിന് എപ്പോഴും സന്തോഷം ഉണ്ടാവുന്ന ഒരു സമയം എപ്പാ? ടീച്ചേഴ്സ് നിങ്ങളെ കുറിച്ചിട്ട് നല്ലത് പറയുമ്പോ, മറ്റുള്ളവരെ മുമ്പിൽ വെച്ചിട്ട് നല്ല മാർക്കുണ്ട്, നല്ല മോനാണ്, നല്ല അച്ചടക്കാണ്, നല്ല പങ്ക്ച്വാലിറ്റിയാണ്, നല്ല റെഗുലാരിറ്റിയാണ്, ഇങ്ങനെയുള്ള കുറെ ആക്ടി ഒക്കെ പറയുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? നമ്മുടെ പാരന്റ്സിന് എന്തുണ്ടാവുന്നത്? ഭയങ്കര സന്തോഷം ഉണ്ടാവുന്നത്. ഇതേപോലെ നിങ്ങൾക്കൂല്ലേ തിരിച്ച്? നിങ്ങളെ പാരന്റ്സിനെ കുറിച്ചിട്ട് നമ്മുടെ സമൂഹത്തിൽ നമ്മളിങ്ങനെ റൂട്ടിലൂടെ നടന്നു പോകുമ്പോ ഒരാള് വളരെ മോശമായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ ഓരോ വ്യക്തിയുടെയും മനസ്സ് എപ്പോഴും ആഗ്രഹിക്കുന്നത് നല്ലതിനെ മാത്രമാണ്. അല്ലേ? നമ്മളൊരു ഷോപ്പിൽ പോയാല് ഏറ്റവും മോശം ഡ്രസ്സാണോ വേണമെന്ന് പറയാ? ആണോ? ഒരു ഹോട്ടലിൽ പോയാൽ ഏറ്റവും വൃത്തികെട്ട ഭക്ഷണം വേണമെന്നാണോ പറയാ? ആണോ? നമ്മളെ ഈ യൂണിഫോം അമ്മ അലക്കിയതുണ്ട്, അലക്കാത്ത പൊയിറ്റ് ഇങ്ങനെ നാറിയിട്ടുള്ള അത് വേണമെന്നാണോ നമ്മൾ പറയാ? നമ്മളെപ്പോഴും ഇവിടെ ഒരു ക്ലാസ് എടുക്കാൻ വരുമ്പോ നിങ്ങളെ മനസ്സിലെന്താ ആഗ്രഹിച്ചിട്ടുണ്ടാവുക? നല്ലതാവണം. ഞാനും എന്താ ആഗ്രഹിച്ചിട്ടുണ്ടാവും? എന്റെ മക്കള് എന്നെ കേൾക്കുന്ന മക്കളാവണേ, ഇല്ലേ? ഇത് നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ എപ്പോഴും എന്തിനു വേണ്ടിയിട്ടാണ്? നല്ലത്, ദ ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു പോളിസിയാണ് എല്ലാ ഹ്യൂമൻ ബീയിങ്ങിനും ഉള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി ഉണ്ടാക്കുവാൻ നമുക്ക് ഹാർഡ് വർക്ക് അതിൽ തീർച്ചയായിട്ടും വേണ്ടി വരും. അതിൽ നമുക്ക് സ്മാർട്ട് വർക്ക് അല്ല വേണ്ടത്. സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ അവിടെ സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ വരിക? പറ്റിക്കുക. എങ്ങനെ? നമ്മൾ വെറുതെ നല്ലതൊന്നുമല്ല, നമ്മളെ ഉള്ളിലൂടെ ഭയങ്കര ചതി ഉണ്ടാവും, വഞ്ചന ഉണ്ടാവും, കുറെ കളത്തരുണ്ടാവും. പക്ഷെ നമ്മൾ മുമ്പിൽ ആരാവും? നല്ലതുപോലെ ചമയും. അങ്ങനെയുള്ളതല്ല വേണ്ടത്. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന എല്ലാ മോശമായിട്ടുള്ള അഴുക്കുകളെയും നമ്മൾ ഇല്ലാതാക്കി കളയുന്നതോടൊപ്പം നമ്മുടെ ചുറ്റിലുമുള്ള പല നെഗറ്റീവ്സ് ആയിട്ടുള്ള എനർജികളും നമ്മൾ സ്വീകരിക്കാതെ അതിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റിലും ലഹരി പോലെയുള്ള കാര്യങ്ങള്, പ്രണയം പോലെയുള്ള കാര്യങ്ങൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച എല്ലാ കാര്യങ്ങളും, റാഗിങ് പോലെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ നെഗറ്റീവായിട്ട് വരുന്ന കുറെ കാര്യങ്ങളാണ്. ഇതിനെയൊക്കെ നമ്മൾ തട്ടി മാറ്റുന്നതോടൊപ്പം നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ നമുക്കുണ്ടാവുന്ന ചില പീഡനങ്ങൾ,
അതും ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവരവരുടെ വീടുകളിൽ നിന്ന് ഇപ്പൊ പലപ്പോഴും പലതരത്തിലുള്ള പീഡനങ്ങളുടെ കഥകള് ടീച്ചർമാരുടെ കൗൺസിലറുടെ മുമ്പിലൊക്കെ പറയുന്ന ഒരു സാഹചര്യം നമ്മളിപ്പോ കണ്ടുവരുന്നുണ്ട്. തീർച്ചയായും അത് നിങ്ങൾ പറയണം. അതൊരിക്കലും നിങ്ങൾ ഒരുപാട് സഹനത്തിലേക്ക് നിങ്ങൾ പോയിട്ട് നിങ്ങൾ ഇല്ലാതായി തീരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എൻ്റെ മക്കള് ഒരിക്കലും പോവരുത്. എന്ത് പ്രയാസം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആരോടാണോ പറയാൻ സാധിക്കുന്നത് അവരോട് നിങ്ങൾ കാര്യം പറയുകയും നിങ്ങൾക്ക് വേണ്ടുന്ന സൊല്യൂഷൻ നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണം. അപ്പൊ എൻ്റെ കുട്ടികൾക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരെയാണ്. ഇനി എക്സാം വരികയാണ്. നല്ല മാർക്കോട് കൂടിയിട്ട് നല്ല നിലയിലുള്ള വിജയം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. താങ്ക് യു വെരി മച്ച്. ലവ് യു, ലവ് യു, ലവ് യു ഓൾ.